കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് അമ്മനെ കണ്ടിട്ട് വേണം മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വലത്തെ കാലിൻ്റെ അരയ്ക്കുന്ന മുട്ട് വരെ പഴുത്തു. കാല് നിലത്ത് വയ്ക്കാൻ പറ്റാതായിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വെന്റിലേറ്ററിൽ കിടത്തണം, പിന്നെ കാല് മുറിക്കണം. കാല് മുറിക്കണമെന്ന് പറഞ്ഞു. കാല് അരയ്ക്കുന്ന മുറിക്കണം എന്ന് പറഞ്ഞു. മുറിച്ചാലും മുറിച്ചില്ലെങ്കിലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. മുറിച്ചാലും മുറിച്ചില്ലെങ്കിലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. എന്താ പറയുക, ഈ എല്ല് മാത്രമാക്കിയിട്ട് ഈ പഴുപ്പ് മുഴുവനും അവരെടുത്തു. ഓപ്പറേഷൻ കഴിച്ചു. അങ്ങനെ 1.5 കൊല്ലം കിടപ്പിലായിരുന്നു. 1.5 കൊല്ലം കിടപ്പിലായിരുന്നു. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം വരാൻ പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഇപ്പൊ ഞാൻ ബസ്സിലാണ് വരുന്നത്. ഒരിക്കൽ കൂടെ കരങ്ങളെ വീശി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്കും കൂടെ വേഗത്തിൽ കടന്നു വരികയാണ്. നമ്മളോട് സാക്ഷ്യം പറയാനായിരിക്കുന്നത് വിലാസിനി ആൻറ്റിയാണ്. വിലാസിനി ആൻറ്റി പറയാമോ, എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂരിൽ നിന്ന്, കുറ്റുമുക്കിൽ നിന്നാണ് വരുന്നത്, തൃശ്ശൂരിൽ നിന്ന്. ഓക്കെ ആൻറ്റി, എങ്ങനെയാണ് നമ്മുടെ മീറ്റിംഗ് വരാനിടയായത്? എങ്ങനെയാണ് ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്? മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ചേട്ടൻ മകനെ കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇവിടെ ചർച്ച നടക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്ന ചർച്ചയിൽ കൂടി ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ് അല്ലേ? ഓക്കെ, ഏത് മീറ്റിങ്ങിനാണ് ആൻറ്റി ആദ്യമായിട്ട് വരുന്നേ? ശക്തൻ. ഓക്കെ, അതുപോലെ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന നമ്മുടെ പബ്ലിക് മീറ്റിംഗിലും ആൻറ്റി പങ്കെടുത്തല്ലേ? ഓക്കെ, എന്ത് പ്രയാസത്തോടാണ് ആൻറ്റി കടന്നു വന്നത്? ശരീരത്തിൽ ഷുഗർ മുഖേന പഴുപ്പ്, ഇൻസുലിൻ കുത്തിയതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഷുഗർ മുഖാന്തരം ആൻറ്റി ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നു, അതിൻ്റെ ഇൻഫെക്ഷനായി. എത്ര നാളായിട്ട് ആൻറ്റിക്ക് ഷുഗർ ഉണ്ട്? ഷുഗർ 28 കൊല്ലമായിട്ടുണ്ട്. 28 കൊല്ലമായിട്ട് ഷുഗർ ഉണ്ട്. ഓക്കെ, പഴുക്കാൻ തുടങ്ങിയിട്ട് 9 കൊല്ലത്തോളമായി. പഴുക്കാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായി. അപ്പോൾ ഈ 9 കൊല്ലമായിട്ട് ആൻറ്റി ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നോ? 9 കൊല്ലമായിട്ട് എടുക്കണ്ടായിരുന്നു. പഴുപ്പ് വന്നാൽ പിന്നെ എടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലാകുമ്പോൾ ഇരിക്കും, വീട്ടിലാകുമ്പോൾ ഗുളിക കഴിക്കുള്ളൂ. വീട്ടിലെ ഗുളിക കഴിക്കത്തേ? എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല, മേലൊക്കെ തടിക്കും. ഇൻസുലിൻ കുത്തുമ്പോൾ തടിപ്പ് വരും. ഓക്കെ, ഇൻസുലിൻ്റെ ടാബ്ലറ്റുകൾ കഴിച്ചുകൊണ്ടിരുന്നു. ഓക്കെ ഓക്കെ. ആൻറ്റിയുടെ ശരീരത്തിൽ അതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു? ശരീരത്തിൽ എല്ലായിടത്തും പഴുക്കാണ്. ഓക്കെ, പഴുപ്പ് ഉരുണ്ട് കൂടിയിട്ട് പഴുക്കാണ്. അങ്ങനെ ആസ്പത്രിയിൽ പോയാൽ കീറും, ഓപ്പറേഷൻ ചെയ്യും. ഹോസ്പിറ്റലിൽ പോയാൽ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തിട്ടാണ് പഴുപ്പ് ഉണങ്ങുള്ളൂ. തന്നെ പൊട്ടിപ്പോവുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉള്ളിലേക്ക് നല്ല പഴുപ്പുണ്ടായിരിക്കും. അത് ഓപ്പറേഷൻ ചെയ്തെടുത്താലേ പഴുപ്പ് പോവുള്ളൂ. ഓക്കെ, ശരീരം മുഴുവനും പഴുക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഓക്കെ, ആൻറ്റി എന്നോട് പറഞ്ഞത് മുട്ടുകളിൽ പ്രയാസം ഉണ്ടായിരുന്നു. മുട്ടുകൾ എന്ന് വെച്ചാൽ ഒരു വലത്തെ കാലിന്റെ അരയ്ക്കുന്ന മുട്ട് വരെ പഴുത്തു. അര തൊട്ട് മുട്ട് വരെ പഴുത്തു. ഓക്കെ, മൊത്തം പഴുത്തു. അപ്പൊ എനിക്ക് ഈ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ബോധമില്ലാത്ത അവസ്ഥയിലോട്ട് വന്നു. ഒരു ദിവസം കൊണ്ടാണ് ഇത് അറിഞ്ഞത്. ഇതിൽ പഴുപ്പുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കാല് നിലത്ത് വയ്ക്കാൻ പറ്റാതായിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സീരിയസ് ആണ്, വെന്റിലേറ്ററിൽ കിടത്തണം, പിന്നെ കാല് മുറിക്കണം. കാല് മുറിക്കണമെന്ന് പറഞ്ഞു. അരയ്ക്കുന്ന മുറിക്കണം എന്ന് പറഞ്ഞു. അരയ്ക്കുന്ന കാല് മുറിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവർ ഞങ്ങൾ ശ്രമിച്ച് നോക്കട്ടെ, മുറിച്ചാലും മുറിച്ചില്ലെങ്കിലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. മുറിച്ചാലും മുറിച്ചില്ലെങ്കിലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ 1.5 മാസം ആസ്പത്രിയിൽ കിടന്നു. ഏത് ഹോസ്പിറ്റലായിരുന്നു? ഞാൻ മിഷൻ ആസ്പത്രിയിൽ കിടന്നിട്ടുണ്ട്, അശ്വനിയിൽ കിടന്നു. അവരൊക്കെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മടക്കി വിട്ടു. വെന്റിലേറ്ററിലായിരുന്നു, അതിൽ നിന്ന് മടക്കി വിട്ടു. ഹോസ്പിറ്റലുകാരൊക്കെ മടക്കി വിട്ടു. പിന്നെ എന്നിട്ട് കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് അമ്മനെ കണ്ടിട്ട് വേണം മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അവിടെ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്രമിക്കട്ടെ, ഞങ്ങൾ ശ്രമിച്ച് നോക്കാം, ഞങ്ങൾക്ക് ഇതേപോലെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാലിന് ശ്രമിച്ചു. ഈ എന്താ പറയുക, ഈ എല്ല് മാത്രമാക്കിയിട്ട് ഈ പഴുപ്പ് മുഴുവനും അവരെടുത്തു. ഓപ്പറേഷൻ കഴിച്ചു. എല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മുറിക്കാണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുറിക്കാതെ അവർ പഴുപ്പ് മാത്രം എടുത്തു. ഇവിടെ എല്ല് മാത്രം തന്നെയായി. അങ്ങനെ 1.5 കൊല്ലം കിടപ്പിലായിരുന്നു. 1.5 കൊല്ലം കിടപ്പിലായിരുന്നു. തൊലിയൊക്കെ പോയി പുറത്തത്തെ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യേശുവിനെ വിളിച്ച്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ വിളിച്ച് അങ്ങനെ ഈ പ്രാർത്ഥനയിലേക്ക് വരാൻ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. കെടുക്കന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം മാംസം വരുമില്ല എന്നറിയില്ല എന്ന് പറഞ്ഞു. എല്ല് മാത്രമേ ഉള്ളൂ മുട്ട് വരെ അരയ്ക്കുന്നു. അപ്പോൾ
ഇൻഫെക്ഷൻ ആയിട്ട് അല്പം പോലും സ്കിന്ന് പോലും ഇല്ലാതെ വണ്ണം മാറി. ഇപ്പോൾ അപ്പോൾ നടക്കില്ല എന്നാ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ യേശുവിന് പ്രാർത്ഥനയിൽ അങ്ങനെ വന്ന് യേശുവിൻ്റെ നാമം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്ന് എനിക്കിരിക്കാൻ തുടങ്ങി. മറ്റേത് എൻ്റെ ഒരെണ്ണം ഇവിടെ വന്നല്ലോ, ഒരെണ്ണം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, എപ്പോഴും ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നേ പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നിട്ടില്ല. അത്ഭുതം ചെയ്തു. കാരണം ഹോസ്പിറ്റലിൽ പോയാൽ അത് കീറി പഴുപ്പെടുത്ത് കളഞ്ഞാലേ ശരീരത്തിൽ നിന്ന് പഴുപ്പ് പോവുള്ളൂ. അത് 2 മാസത്തോളൊക്കെ ആവും ഉണങ്ങാനായിട്ട്. പക്ഷെ ബിജു ബ്രദറെ പ്രാർത്ഥനയിൽ വന്ന് കൂടി അതോടുകൂടി എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. തന്നെ പൊട്ടി പഴുത്ത് അങ്ങനെ ഉണങ്ങി പോവാണ്. മരുന്ന് ചെയ്യുന്നുണ്ട്, അത് അങ്ങനെ ആയി. ഇപ്പോൾ ജോൺ ബ്രദർക്ക് ഞാൻ അന്ന് വന്നപ്പോൾ കാണിച്ചു കൊടുത്തു. കാരണം എനിക്ക് ശരീരം മൊത്തം പഴുക്കാണ്. വേദന ആണെങ്കിൽ വേദന തിന്നുന്നതിലൊരു വേദന അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി. പിന്നെ നടക്കാന്ന് വെച്ചാൽ ബസ്സിലൊന്നും കയറില്ലായിരുന്നു, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം വരാൻ പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഇപ്പൊ ഞാൻ ബസ്സിലാണ് വരുന്നത്. ഇപ്പൊ കാലാണെങ്കിൽ മാംസം കൂടി, കാലുമ എല്ല് കാണാനിപ്പോ മാംസം കൂടി, മാംസം വന്നു. നേരത്തെ എല്ല് കാണാമായിരുന്നു. 2 കാണായിരുന്നു. 2 മാസം മുമ്പ് ഈ ടൗൺ ഹാളിൽ നടന്ന മീറ്റിംഗിൽ ആന്റി വന്നു. ഇവിടെ എല്ലാ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ 2 മാസമായിട്ട് എനിക്ക് ഒരിക്കലും പഴുപ്പില്ല, അല്പം പോലും പഴുപ്പ് വരുന്നില്ല. 2 മാസമായി വന്നിട്ടില്ല. ആമേൻ. കരങ്ങൾ അടിച്ചു കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ആന്റി പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. കാരണം അസ്ഥികൾ കാണുന്ന വിധത്തിൽ വ്രണങ്ങൾ വന്നു, അതുപോലെ കാലിൽ നിന്ന് പഴുപ്പെടുക്കുകയും ആ വിധത്തിൽ അത്രയും പ്രയാസത്തോടായിരുന്നു. രക്ഷപ്പെടത്തില്ലെന്ന് പല ആശുപത്രിയിൽ നിന്നും പറഞ്ഞു, പല ആശുപത്രിക്കാരും മടക്കി വിട്ടതാണ്. എന്നാൽ വിലാസിനി ആന്റി നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഒരു അത്ഭുത സാക്ഷ്യത്തോടെയാണ്. യേശു ആന്റിയുടെ ജീവിതത്തിൽ ചെയ്ത അസാധാരണമായ സൗഖ്യമാണ് നമ്മൾ കേട്ടത്. കരങ്ങളെ തട്ടി ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. ഇപ്പൊ ആന്റിക്ക് ശരീരത്തിൽ എന്തോ ഫീൽ ചെയ്യുന്നേ? കുറച്ച് മാസങ്ങളായി ആന്റി സൗഖ്യത്തോടായിരിക്കുന്നു. എന്താ ആന്റിയുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത്? ആരോഗ്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ആരോഗ്യം ഉണ്ട്, വരുന്നുണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടില് കുറച്ച് സന്തോഷങ്ങളൊക്കെ വന്നു തുടങ്ങി. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊക്കെ വലിയ കാര്യങ്ങളാണ് ആരുടെ ശരീരത്തിൽ ചെയ്തത്. ഇപ്പോൾ ആ പഴുപ്പൊന്നും വരുന്നില്ലല്ലോ, ആ വ്രണങ്ങളൊക്കെ മാറി തുടങ്ങി. ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ വലിയ ബലമാകട്ടെ. വിലാസിനി ആന്റി നിൽക്കുന്നത് അത്ഭുതമായിട്ടാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പോടെ ചേർന്ന് കരങ്ങളെ തട്ടി ആ യേശുവിനെ സ്തുതിച്ചു.